प्रेमेंद्र ओ केरी वाड़ा अंदर आओ अच्छा 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 अरे बाप रे इधर ओ इधर अच्छा अच्छा ചേട്ടൻ വന്നാ ഞാൻ അടുക്കളയൊക്കെയായിരുന്നു പിള്ളേരൊക്കെ മോളെ ഇരിക്കണ് മറ്റേ ചെവിയിൽ കുന്തോണ്ണം കുത്തിക്കയറ്റി വെച്ച് കഴിഞ്ഞാൽ ആകാശം ഇടിഞ്ഞു വീണാ പോലും അറിയില്ലല്ലോ പിള്ളേരെ പിങ്കി 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 ഓ വിളിച്ചോ വിളിക്കണം മക്കളെ വാ ദാരി വന്നിക്കണം നോക്ക് മാമൻ എന്തൊക്കെയാ കൊണ്ടുവന്ന് നോക്കിക്കേ ചേട്ടാ ഇത് നമ്മുടെ അപ്പൂപ്പന്റെ ട്രങ്ക് പെട്ടിയല്ലേ പിന്നെ ഇത് കൊണ്ടിന്ന് വന്നേ അതൊക്കെ ഉണ്ട് പറയാം നല്ല പാറം പഴയതാണ് 100 വർഷത്തിന് പഴക്കമുള്ളത് 100 വർഷമല്ലോ 150 അച്ഛാ ഈ മക്കളെങ്കിൽ വാ പിങ്കി പിങ്കി കുട്ടച്ചാട്ടൻ വിളിക്കുന്നേ എവള് വിളിച്ചോളൂ ഓ അനാവശ്യത്തിലുള്ള വിളി അതെനിക്ക് ഇഷ്ടമല്ല പുതിയ പോലീസൊക്കെ എത്രയായി 5 വരുന്ന വഴിക്ക് അപ്പൊ അരമണിക്കൂറിനാണ് ടോട്ടൽ 6 ആകും ചേട്ടാ കുടിക്കാൻ മോരെടുക്കട്ടാ മോരിപ്പോ വേണ്ട പിന്നെന്തോ എടുക്കേ പഴങ്ങഞ്ഞി ഇരിപ്പുണ്ടോ നോക്കാം അതിനകത്ത് ഇന്നലത്തെ ഇച്ചിരി മീൻകറിയും കൂടെ ഒഴിച്ചു ഇനി എന്ത് അവള് വിളിക്കാം ഞാനും പറയാം വിളിക്കാൻ റിങ്ക് അസ്ഥാനത്തുള്ള പോക്ക് അതെനിക്ക് ഇഷ്ടമല്ല ഇതെന്തൊരു ആക്രിപ്പട്ടി ആക്രിപ്പട്ടിയോടി ഇത് എന്റെ അപ്പൂപ്പന്റെ ആക്രി അപ്പൂപ്പന്റെ പട്ടിയാ ഇനി ഇതിന്റെ അവകാശി എന്റെ മോളാ ഞാനാ നിന്റെ പ്രശസ്തി തിരുവനന്തപുരം ബാലരാമപുരം മാത്രം പോരാ ലോകം മൊത്തം അറിയണം അങ്ങ് ബീഹാർ പറയാം അറിയും ലോകം മൊത്തം അറിയും ഇവള് വല്ലവരെ അടി കൊണ്ട് ചാവേ ഉള്ളൂ നീ പോച്ചെടുത്തവളെ പ്രേമേന്ദ്രൻ ഇങ്ങോട്ട് ഓ സുരത്തവളെന്ന് പറഞ്ഞു നീയല്ല നീ അവിടെ നിൽക്കേ ഞാനല്ല പെട്ടി തുറക്ക് മാമാ ഇതാണ് പുലിനട വീട്ടിലെ ഉണ്ണിയാർച്ച കണ്ടു പഠിക്കടി ഞാൻ ഈ തറവാട്ടിലെ അഭിമാനമാണ് നീ വെറും അശു ഇത് ഞാൻ എവിടെ കണ്ടിട്ടുണ്ടല്ലോ ഞാനും ഇതെവിടെ കണ്ടിട്ടുണ്ടല്ലോ ഇറങ്ങിപ്പോടാ ചുരുത്തവളെ അയ്യോ ഞാനല്ല സുരത്തവള നീ തന്നെ ചുരുത്തവള എനിക്കിതൊന്നും കണ്ടോണ്ടിരിക്കാനുള്ള ആരോഗ്യമില്ല എനിക്ക് അടുക്കളയിൽ വേറെ പണിയുണ്ട് ഒരു കലാബോധമില്ലാത്ത ഒരു അവിഞ്ഞ പെങ്ങള് നോക്കൂടി മാമാ ഞാൻ തകർക്കും പുണ്യപുരാണവും ചരിത്രപ്രസ്തവുമായ സർവോപരി എന്റെ ജന്മം കൊണ്ട് പരിപാവനവുമായ പുലിനട തറവാട്ടിലെ നാണുക്കുട്ടൻ പിള്ളയുടെ ഉടവാണ് ഇതെനിക്കാണോ മാമ നിനക്ക് തന്നെ മോളെ എന്റെ കളരി പരമ്പര ദൈവങ്ങളെ അപ്പൻ അപ്പുപ്പന്മാരെ കാരണവന്മാരെ ഇത്രയും കാലം ഞാൻ പൊന്നുപോലെ കാത്തു സൂക്ഷിച്ചിരുന്ന ചോരപുരണ്ട ഈ ഉടവാൾ ഞാൻ എന്റെ മരുമകൾക്ക് കൈമാറും കാത്തോണേ ഈ തുരുമ്പ് പിടിച്ച സാധനത്തിന് മാമ ഇത്രയും ഡയലോഗ് അടിച്ചത് നീ ഓടി ഇവക്ക് അസൂയാണ് മാമ മോളെ ഇത് കൊണ്ടുപോയി പൂജാമുറി വെക്കണം എന്നിട്ട് ദിവസവും വിളക്ക് കത്തിക്കണം എന്നിട്ട് തൊട്ടു തൊഴണം എന്നിട്ട് വേണം ആ തുരുമ്പ് കൊണ്ട് അവളെ കൈ സെപ്റ്റിക്കാവാൻ എന്റെ കൈ നീ വാങ്ങിക്കും എടി മോളെ നീ അടി പുലിനട വീട്ടിലെ പെൺസും മണിക്കുട്ടി ഇച്ചിരി വെള്ളം ചൂടാക്കി വെക്ക് ഇച്ചിരി എണ്ണയും കൂടെ എനിക്ക് വിശദമായിട്ടൊന്ന് കുളിക്കണം എടാ പ്രേമേന്ദ്രോ അതുകൊണ്ട് നീ ചാവേ ഉള്ളൂ മാറി നില്ലടി അവിടെന്ന് വെട്ടി തൊളിഞ്ഞ് ഇനി നോക്കിക്കോ ഞാൻ ആരാണെന്ന് എന്ത് ഓർത്തൊന്നും ഇല്ല ഊർച്ച കാണണോ
നിനക്ക് കാണിച്ചാടി ഓടി 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 ഇടത് വെട്ടി വലത് വെട്ടി ഉടവാൾ ഉടവാളാല്ലേ മാറ്റിപ്പിടി അപ്പൂപ്പന്റെ ഏതാ പൂപ്പിന്റെ ആണുപിള്ളയുടെ നാണപ്പിള്ള പൂന ആ. അത് മണിയുടെ പൂനെ മാറ്റിപ്പിടി അതിനെന്ത് ഇതെങ്ങനെ ഇവിടെ വന്നു ഏ? ഇതെങ്ങനെ ഇവിടെ വന്നു ആ. മാമൻ വന്നാ ഉം. അതായി നീയല്ലേ ഇത് ആ അതെ ഞാനാ ഇതെന്തോ ഇത് ഉണ്ണിയാർച്ച ഉണ്ണിയാർച്ചയെ ഇതാരും കൊണ്ടുവച്ചത് മാമൻ മണി എവിടെ ആ, അടുക്കളയിലുണ്ട് മണി 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 നിന്റെ ചേട്ടൻ എന്തോന്ന് കുഴപ്പം നോക്ക് അവിടെ കൊണ്ട് വെച്ചിരിക്കുന്ന അമ്പും ബില്ലും വാളും പരിചയം എന്തോന്ന് ഇത് പിന്നെ ഏതോ ഒരു അമ്മൂമ്മയുടെ ഫോട്ടോയും കൂടെ ഭിത്തിയിൽ കൊണ്ടുവച്ചിരുന്നു എന്തോന്ന് ഇത് എന്റെ ചേട്ടൻ എന്നെ കാണാൻ വരുമ്പോ നിങ്ങൾക്ക് എന്തോന്ന് കുഴപ്പം നിന്നെ കാണാൻ വന്ന കണ്ടിട്ട് പോണം അല്ലാതെ പിള്ളേരെ വഷളാക്കല് ചേട്ടന്റെ പരാതി കൊണ്ട് ഇങ്ങോട്ട് വരല്ലെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതെന്റെ വീടാണ് ചായ എടുക്കാം. മനസ്സിലായോ എനിക്ക് നിന്റെ ചായ ഒന്നും വേണ്ട ഉള്ള മനസ്സമാധാനം പോയിരിക്കുകയാണ് എന്നാ പിന്നെ കട്ട എടുക്കട്ടാ എനിക്ക് കട്ടനും ചായ ഒന്നും വേണ്ട ഞാൻ പറയണ കേക്ക് പിള്ളേരെ വഷളാക്കരുത് ഇങ്ങനെയുള്ള സാധനങ്ങൾ കൊണ്ടുവന്ന് ഇവിടെ ഇനി പോലീസ് വരുമോ പട്ടാളം വരുമോ ഒന്നും അറിഞ്ഞൂടാ മനസ്സിലായോ എന്നോട് എന്തിനു പറയണത് ചേട്ടനോട് പോയി പറയണെങ്കിൽ നേരിട്ട് പോയി പറയണം ഇവിടെ വന്നൊന്ന് കറങ്ങി പറയണ എന്തിന് ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഇത് എന്റെ വീടാണ് ഞാൻ ഇഷ്ടമുള്ളത് പറയും അതിന് എനിക്ക് ആരുടെ അനുവാദമൊന്നും വേണ്ട മനസ്സിലായില്ലേ ഞാൻ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് ഇത് ആദ്യത്തെ പ്രാവശ്യമല്ല പറഞ്ഞ ചേട്ടനോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നേരിട്ട് പോയി പറയണം എന്നോട് വന്ന് പരാതി പറഞ്ഞിട്ട് ഞാൻ പറയുന്നത് ചേട്ടൻ പ്രതീക്ഷിക്കേ വേണ്ട എനിക്കേ മണിക്കൂട്ടൻ ചേട്ടന് നിങ്ങളെ ഒരേപോലെ ആവശ്യമുള്ളവരാണ് നേരിട്ട് പോയി പറഞ്ഞൂടെ എനിക്ക് അങ്ങനെ നേരിട്ട് പറയാൻ ബുദ്ധിമുട്ടുണ്ടായില്ല അല്ലെ പേടിയൊന്നും ഉണ്ടായിട്ടൊന്നുമില്ല ആ പേടിയുടെ കാര്യമൊന്നും പറയണ്ട നിങ്ങൾക്ക് മണിക്കൂട്ടൻ ചേട്ടന്റെ പേര് കേൾക്കുമ്പോൾ തന്നെ മുട്ടടിക്കുന്നുള്ള എല്ലാവർക്കും അറിയാം പേടിയാ നിന്റെ ഈ ആങ്ങളെയാ നോക്കിയോ മണി ഇന്ന് ഞാൻ അങ്ങേരെ അവിടെ നിന്ന് പുകച്ച് ചാടിച്ചിരിക്കും നീ എന്തൊക്കെ സാധനങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നു ഇതാ തീപ്പട്ടി തീപ്പട്ടി എന്തിന് അല്ല ആരെയോ പോയിക്കെന്നൊക്കെ പറഞ്ഞിട്ട് നിർത്തടി ഓവറാക്കല്ലേ എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന് ഓ എന്തോന്ന് കോ അതിന് പറ്റിയ രണ്ട് പിള്ളേരും ഉഫ്. മേരി സണം മുझको तेरी സണം ആ എടാ ഓ പ്രേമേന്ദ്രു ക്യാ നമ്മൾ എണ്ണയിടുമ്പോഴെപ്പോഴും അച്ഛാ വെളിയിലിരുന്ന് എണ്ണയിടണം കാറ്റുമൊക്കെ കേട്ടോ എന്താ ചേട്ടാ എന്റെ അച്ഛനും അങ്ങനെ തന്നെയായിരുന്നു പുലിയുടെ വീട്ടില് അവിടെ വെച്ച് അച്ഛൻ എണ്ണയിടാൻ 8 പേരുണ്ടായിരുന്നു എങ്ങനുണ്ട് നല്ല പിടുത്ത് വിടണ ചേട്ടാ മുട്ടിന് നല്ല തേയ്മാനമുണ്ട് മുട്ടിന് നല്ല തേയ്മാനമുണ്ട് 2-3 ദിവസം തടി കളയത് മാറും ഈടാതെ ഓ ഒരു നല്ല അടി നടത്തിയിട്ട് കുറെ നാളായടാ ചേട്ടാ ഒരു കാര്യം പറഞ്ഞോട്ടെ ഇനി ചേട്ടൻ അടിക്ക് പോകുമ്പോ എന്നെയും കൂടെ കൊണ്ടുപോകാം ഞാൻ അടിക്ക് പോകുമ്പോ ഒറ്റയ്ക്കേ പോവും അതാകുമ്പോ അടി കൊള്ളുന്ന ആരും അറിയില്ലല്ലോ അതെ ഒരുത്തനെ ഇങ്ങോട്ട് കുനിച്ചു നിർത്തിയിട്ട് വേണ്ട നമ്മുടെ ഈ മുട്ടുകൈയുണ്ട് അവന്റെ നട്ടല് നോക്കി ഒരു 4 ഇടി ഇടിക്കാൻ അവനൊരു കരച്ചിൽ കയറിയടാ അതെ അതെ ഏതെങ്കിലും ബംഗാളിയെ കിട്ടുമോ 4 ഇടി കൊടുക്കാൻ എന്നെയാണോ നിന്നെ അടിക്കാൻ ശരിയാകത്തില്ല വേറെ ബംഗാളിയുടെ അത് പെരുമ്പാവൂർന്ന് അന്വേഷിക്കണം ഞാൻ നോക്കട്ടെ 2 ദിവസം ലീവ് എടുത്ത് പോയി അന്വേഷിക്കാം ചേട്ടാ എന്താടാ നമ്മളെ രവി സാറില്ലേ ആരെ രവി സാർ അളിയനോ എന്റെ അളിയനോ നമ്മൾ പറയുന്നതെല്ലാം ഒളിഞ്ഞിന് കേൾക്കുന്നുണ്ട് എവിടെ ലെഫ്റ്റ് സൈഡ് ആണോ അവന് പണി ഞാൻ കൊടുത്തോളാം അവന്റെ കൂമ്പും കരളും ഇട്ടിച്ച് ഞാൻ കലക്കൂടാ കളക്കണം കളക്കിയിട്ട് നാളെ ഇതായിട്ട് റോസ്റ്റ് ആക്കണം മണിക്കൂട്ട അളെ എപ്പോ വന്ന് എന്ത് പറ്റി സാറ് എന്ത് പറ്റി ഒരു ക്ഷീണം പോലെ എനിക്ക് ക്ഷീണമൊന്നുമില്ല ക്ഷീണമൊക്കെ ചിലപ്പോ അളിയനായിരിക്കും അല്ല അളിയന്റെ ജോലിയൊക്കെ എങ്ങനെ പോകുന്നു കുഴപ്പമില്ല നന്നായിട്ട് പോകുന്നു നന്നായിട്ട് പോകുന്നു വെച്ചാ കുഴപ്പമില്ലാതൊക്കെ പോകുന്നു ബാങ്കിലെ ജോലിയല്ലേ പാടാണ് എന്നാലും അല്ല അളിയ ചുമ്മാതെ ഈ ബാങ്കിലൊക്കെ ചുമ്മാതെ തടഞ്ഞിരിക്കാതെ രാവിലെ 4 പുഷപ്പും ഒക്കെ എടുത്തിച്ചിരി എണ്ണയൊക്കെ ഇട്ടിങ്ങനെ നല്ല സ്ട്രോങ് ആയാലേ 1000 പേര് വന്നാലും ഒറ്റക്കടിച്ച്
അല്ല ഈ 1000-10,000 പേരെ ഒറ്റയ്ക്ക് അടിക്കാൻ ഞാൻ എന്തോലും ഗുണ്ടാ പണിക്ക് പോണ അതെ അതെ ഞാനേ അവിടെയല്ല അവിടെ ആണ് ഇവിടെ അല്ല അവിടെ ആണ്. അതെ മണിക്കൂട്ടാ ഞാനേ ആയ കാലത്ത് കാര്യമായിട്ടിരുന്ന് പഠിച്ചു, നല്ല മാർക്കോടുകൂടി പാസ്സായി, നല്ലൊരു ജോലിയും കിട്ടി, മാന്യമായിട്ട് കുടുംബത്തിന് മണിക്കുട്ടിയും കുട്ടികളെ നോക്കി ജീവിക്കുന്നു. അപ്പൊ പിന്നെ ഞാനെന്തിന്? അതളിയൻ എന്നെ ഉദ്ദേശിച്ചാണല്ലോ പറഞ്ഞത് തന്നെ. അങ്ങനെയല്ല. അല്ലല്ല അളിയാ, അങ്ങനെ പുലിയുടെ വീട്ടുകാര് അങ്ങനെ മാന്യമില്ലാത്ത കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല കേട്ടോ. അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. അളിയ ഞാൻ ഉദ്ദേശിച്ചതേ ഈ കുട്ടികൾക്ക് അളിയൻ വരുമ്പോ ഈ കത്തിയും കോടാലിയും ഒക്കെ കൊണ്ടു കൊടുക്കണോ, അതിന്റെ ആവശ്യമുണ്ടോ? അതല്ല അവിടെ വേണ്ട, പക്ഷെ ഇവിടെ വേണം. എന്റെ അളിയാ, അത് വെറും കത്തിയും കോടാലിയൊന്നുമല്ല. പിന്നെ എന്റെ അപ്പൂപ്പൻ പുലിയുടെ വീട്ടിൽ നാണുക്കുട്ടൻ പിള്ളയുടെ ഉടവാള്. ഈ തുരുമ്പെടുത്ത വാളോ? അത് സത്യം പറ മണിക്കുട്ട, അത് ഏതോ വെട്ടുകേസിലെ പ്രതിയുടെ വാളല്ലേ? അതെ ചേട്ടാ, അതെ, എന്റെ അപ്പൂപ്പൻ ഒരുപാട് വെട്ടുകേസിലെ പ്രതിയായിരുന്നു. പക്ഷെ പോലീസുകാരൊന്നും ചെയ്യത്തില്ല. പോലീസുകാർക്ക് പേടിയായിരുന്നു അപ്പൂപ്പനെ. അപ്പനെ കണ്ടു കഴിഞ്ഞാല് അന്ന് നിക്കർ പോലീസായിരുന്നു. അന്ന് നിക്കർ പോലീസുകാർ നിന്ന് മൂത്രമൊഴിക്കായിരുന്നു. അല്ല, ഇതൊന്നും പറഞ്ഞിട്ട് അളിയനോട് പ്രത്യേകിച്ച് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അളിയൻ ചുമ്മാതെ പലിശയും എന്തുവാ ലോണും അതൊക്കെ എഴുതിക്കൊണ്ടിരിക്കാന്നുള്ളതല്ലാതെ ഒരു കാര്യമില്ല. അല്ല അത് ശരിയാണ്. എന്താ അറിയാം മോണിക്കുട്ട, ഈ പലിശയും ലോണും ഒക്കെ നോക്കണമെങ്കിലേ തലക്കകത്ത് വല്ലതും വേണം. അല്ല അവിടെ വേണം, ഇവിടെ വേണ്ട. അത് ലോണും പലിശയൊക്കെ ഞാനും ഒരുപാട് കണ്ടിട്ടുള്ള കേട്ടോ. ഒരുപാട് ലോൺ എടുത്തിട്ടുണ്ട്, അത് മറിച്ച് വട്ടിപ്പലിശക്ക് കൊടുത്ത് ഒരുപാട് കാശ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. മണിക്കുട്ടി പറഞ്ഞിട്ടുണ്ട്. അല്ല അളിയ, അങ്ങോട്ട് പോവാണെങ്കിലേ നല്ലൊരു നടപടാ. മണിക്കുട്ടിയോട് പറ ഒരു 4 നാടൻ മുട്ട എടുത്ത് പുഴുങ്ങി വെക്കാൻ. 2 എണക്കും. അല്ല തടവുന്ന എനിക്ക് വേണ്ട മുട്ട. എന്നാ അവൻ 2 കേട്ടോ. നാടൻ മുട്ട വേണം, നാടൻ മുട്ട. 6 വെള്ളമുട്ട വേണ്ട, അത് ബോഡിക്ക് ശരിയാകത്തില്ല. നാടൻ മുട്ട. ഇപ്പൊ പ്ലാസ്റ്റിക് മുട്ട ഉറക്കുന്നുണ്ടോ? പ്ലാസ്റ്റിക് മുട്ട വരുന്നുണ്ട്. ആണോ? നീ മെനങ്ങാൻ സുമ്മാതല്ല കടിച്ചപ്പോ പൊട്ടാട്ടത്. അല്ല നിങ്ങൾക്കൊക്കെ അതാ നല്ലത്. പിന്നെ എങ്ങനെ പുകച്ച് ചാടിക്കാന്ന് വിചാരിച്ച് വന്ന ഞാൻ ഇപ്പൊ അവർക്ക് മുട്ട ഉണ്ടാക്കി കൊടുക്കണം. ഞാൻ കാശ് കൊടുത്ത വാങ്ങിച്ച മുട്ട. നല്ല സുഖമുണ്ടല്ലോ? നല്ല സുഖം. എല്ലാ ദിവസവും ഞാൻ തടയി തരാം. എങ്ങനുണ്ട്? ഇവൾക്കേ വാള് കിട്ടിയപ്പോ നമ്മള് വേറെ ആരോ ആയതുപോലെയാണ് വിചാരം. ബാധ ഏറിയെന്ന് തോന്നുന്നു. നല്ല താഴ്ന്നു. നാടൻ മുട്ട വേണം. രവിയേട്ടാ, മണിക്കൂട്ടൻ ചേട്ടനെ കണ്ടാ? ഓ അതോ അവിടെ ആ മുളങ്കൂട്ടത്തിന്റെ അവിടെ ഇരിക്കുന്നത്, ആ ബംഗാളിയായിട്ട്. ആണല്ലേ? മക്കളെ, നിന്റെ മാമൻ എന്തോന്ന് അച്ചാറിടാൻ വെച്ചിരിക്കുന്നു അവിടെ. കുറെ എണ്ണയും മുണ്ണാക്കൊക്കെ തേച്ചോണ്ട് അവിടെ ഇരിക്കുന്നു. ഡേയ് നിന്നോട് ഈ ഇമാതിരിയുള്ള സാധനങ്ങളുണ്ടല്ലോ, ഈ കൊണ്ടുവന്ന വാള്, വെട്ടുകത്തി, കോടാലി, ഇതൊക്കെ ഈ വീട്ടിന്റെ അകത്ത് വെക്കാൻ പറ്റില്ല. എല്ലാം വെളിയിൽ കൊണ്ട് കളഞ്ഞോ കേട്ടോ. അച്ഛൻ അറിഞ്ഞില്ല ഇത് മാമൻ കൊടുത്ത പീരങ്കിയാണ്. ഒരു കാര്യം പറഞ്ഞേക്കാം, എല്ലാം വെളിയിൽ കൊണ്ട് കളഞ്ഞേക്കണം. അളിയ, ഞാനൊരു 6 മുട്ട പുഴുങ്ങുന്ന കാര്യം പറഞ്ഞായിരുന്നു, നാടൻ മുട്ട. അതിന്റെ കൂട്ടത്തില് 2 ഏത്തപ്പഴം എടുത്തു. അളിയ ഞാൻ ഒരു കാര്യം ചോദിച്ചിട്ടാ, അളിയന് വേറെ പണിയൊന്നുമില്ലേ? പണിയില്ലാത്തവർക്ക് പണി ഉണ്ടാക്കി കൊടുക്കുന്നതാണല്ലോ എന്റെ പ്രധാന പണി. ഞാൻ ഒരു കാര്യം പറഞ്ഞാലേ വിഷമം തോന്നരുത്. ഒരു വിഷമവും ഇല്ല. ഈ സാധനം എവിടെ നിന്ന് മാറ്റാമോ? ഈ വീട്ടിൽ നിന്ന് കൊണ്ട് കളയാമോ ഈ വാള്? അളിയനായതുകൊണ്ട് ഞാൻ ക്ഷമിക്കുന്നത്. അളിയ കരണക്കുറ്റി ഞാൻ പൊട്ടിച്ചാനെ. അളിയന് ഈ വാളിന്റെ മഹത്വം അറിയാൻ കഴിഞ്ഞിട്ടാ. ഇത് വെറും വാളല്ല, ചരിത്രം ഉറങ്ങുന്ന വാളാ തന്നെ. ഇത് എന്റെ അപ്പൂപ്പനുണ്ടല്ലോ, പുലിനട വീട്ടിൽ നാണുക്കുട്ടൻ പിള്ള. അദ്ദേഹം ഞങ്ങളുടെ കുടുംബക്ഷേത്രത്തിൽ ഉത്സവത്തിന്റെ അന്ന് രാവിലെ എഴുന്നേറ്റ് കുളിച്ച് വെളുത്ത മുണ്ടുമൊക്കെ ഉടുത്തിട്ട് ഈ ഉടവാളുമായിട്ട് ഇങ്ങനെ മുന്നോട്ട് നടക്കും. അപ്പൊ എതിരെ വരുന്നവന്റെ കഴുത്തങ്ങ് വെട്ടും. എന്നിട്ട് ആ തല കൊണ്ടൊന്ന് പീഠത്തിൽ കൊണ്ടുവന്ന് നോക്കും. എന്നിട്ട് ദേവി ഇറങ്ങി വരും. അങ്ങനല്ലേ വല്ലിച്ചൻ മരിച്ചത്. ഓഹോ, അപ്പൊ ഇത് കൊലപാതക കേസിലെ തൊണ്ടി മുതലാണ് അല്ലേ? തൊണ്ടി മുതല്. അളിയ നോക്കിക്കോ മോളെ, മാമൻ തന്ന ഈ വാള് സൂക്ഷിച്ചു വെക്കണം. കാരണം
10-25 വർഷം കഴിയുമ്പോഴേ ഇതിന്റെ വില ഇതൊന്നും ആയിരിക്കത്തില്ല. ചരിത്രം ഉറങ്ങുന്ന വാളല്ലേ. അന്ന് നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് ഉണ്ടല്ലോ, എന്തുവടി, പുരാവസ്തു വകുപ്പുകാരൊക്കെ അന്വേഷിച്ച് വരും. കോടികളായിരിക്കും വില, കോടികള്. അപ്പൊ ഇതിവിടെ വെച്ചാ ഇനി ആ വകുപ്പ് നമ്മുടെ പേരിൽ കേസെടുക്കും. കേസൊന്നും എടുക്കത്തില്ല അളിയാ. കേസൊന്നും എടുക്കത്തില്ല. ഇതിന്റെ പേരിൽ ഈ കുടുംബത്ത് വഴക്ക് നടക്കും. ഈ കുടുംബത്തിലാ? കാരണം 10-25 കോടി രൂപ വിലയുള്ളല്ലേ സ്ഥാനം. ഇത് വഴക്കുണ്ടാക്കാൻ വേണ്ടിയാണോ ആളെ ഇവിടെ ഇതിനകത്ത്? വഴക്കുണ്ടാക്കാൻ വേണ്ടിയല്ല, ഞാൻ അതിന്റെ മൂല്യം പറഞ്ഞാലേ. മാമാ, ഇത് എന്റെ കയ്യിൽ ഇരുന്നപ്പോഴേ ഭയങ്കര ആത്മവിശ്വാസം. ആരെങ്കിലൊക്കെ തല വെട്ടി അറിയാൻ തോന്നി. ഒരു കാര്യം പറയട്ടെ, ഈ മരുമക്കത്തായൊക്കെ പോയി ഈ വാൾ ഇവിടെ വേണോ? മരുമക്കത്തായൊക്കെ പോയി എളിയാ. പക്ഷെ വാളിന്റെ കേസിൽ മരുമക്കത്തായ ഇന്ന് നിലനിൽക്കും. മോളെ, എന്തു മാമാ? നിന്റെ മരണം വരെ ഈ വാള് സൂക്ഷിക്കണം. സൂക്ഷിക്കും മാമാ. നിങ്ങൾ കൂടെ ഉണ്ടെങ്കിൽ ഞാൻ സൂക്ഷിക്കും മാമാ. നീ വന്നേ, മാമനെ നിന്നെ വെട്ടാൻ പഠിപ്പിക്കാം. നടക്കാം. ഇന്ന് എന്തെങ്കിലും സംഭവിക്കും. മാമാ, മാമാ, അയ്യോ മാമാ, എന്താടി? അയ്യോ വാള് കാണാനില്ല. വാള് കാണാനില്ലെന്ന്. വാള് കാണാനില്ലെന്ന്? നീ അത് എവിടെ കൊണ്ടുവച്ച്? ഞാൻ റൂമിൽ തലേനെ ഇട വെച്ചേക്കായിരുന്നു. പൂജാമുറി വെക്കാനല്ലോ ഞാൻ പറഞ്ഞത്. ആരെങ്കിലും എടുത്തോണ്ട് പോകുന്നു പറഞ്ഞു വെച്ചാണോ മാമ? അളിയാ, വാള് കാണാനില്ലെന്ന്. വാള് കാണാനില്ലെന്ന്. നന്നായി. മണിക്കുട്ടി, അമ്മ ഓടി വാടി. ഓടി വാ. നമ്മുടെ വാള് കാണാനില്ലെന്ന്. എവിടെ പോയി? ദൈവമേ, വിലപിടിപ്പുള്ള സാധനമാണ്. ഒന്നുമില്ല. എടി, എല്ലാടും നോക്കിയാ? നോക്കണേ. നീ അടുക്കളയിൽ വല്ലതും കാണുവോ? നീ വായി നിൽക്കണ്ടിരിക്കാൻ നോക്കണേ ഒന്ന്. എന്തോ അവിടെ എല്ലാം നോക്ക്. നോക്കിക്കൊണ്ട് നിൽക്കാതെ നോക്കണേ ഒന്ന്. അമ്മ കണ്ടോ? ഇല്ലടി. എടി, എല്ലായിടത്തും നോക്കിയാ? ഓ പിള്ളേരെ, ഓടി ഓടി. എന്തുവാ മാമ? കണ്ടോ ചരിത്രപ്രസിദ്ധമായ നമ്മുടെ വാള്? ആഹാ, എല്ലാരും ഉണ്ടല്ലോ. എന്ത് പറ്റി? ആര് വന്നടാ? റവിസാറ് തന്നത്. എന്താ പൊതുക്കണ്ടേ? തേങ്ങയല്ല, ഈ വാള്. അയ്യോ, ഇത് വാളല്ല, പാറ. പാറയോടാ? കുടുംബത്തിന്റെ ഉടവാളെടുത്ത് നീ തേങ്ങ പൊതിക്കുന്നോടാ? എന്റെ കുടുംബം അങ്ങ് ബീഹാറിലല്ലേ? കൊല്ലണം, കൊല്ലണം.